വെൽക്കം ടു ഏഗൺ ലേണിംഗ്. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എക്സാമിന്, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ശേഷം നിങ്ങളുടെ എക്സാമിൻ്റെ പോർഷൻ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അപരാധ് എന്ന കഹാനി. അപരാധ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? അപരാധ് എന്ന് പറഞ്ഞാൽ തെറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം എന്നൊക്കെ പറയില്ലേ, ക്രൈം. ഇതാണ് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ലേഖകൻ, ആദ്യം നമുക്ക് ഈ ചാപ്റ്റർ എന്താണ് എന്നൊന്ന് പറയാം അല്ലേ. അപ്പോൾ ഇപ്പോഴും ഈ ചാപ്റ്റർ എന്താണെന്ന് മനസ്സിലാക്കാത്തവരുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ചുരുക്കി മലയാളത്തിൽ എന്താണ് സമ്മറി എന്ന് മാത്രം ഒന്ന് പറയാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അപരാധ് എന്ന കഹാനിയിലെ ലേഖകൻ ഉദയ് പ്രകാശ് എഴുതിയ കഹാനിയാണ് അപരാധ്. അപ്പോൾ അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരു തെറ്റ് ചെയ്തു, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപരാധമാണ്. നമ്മൾ പറയില്ല, ഓ വല്ലാത്ത അപരാധമായി പോയി, എന്തോ ഒന്ന് അത്രയും ക്രൂരമായി ചെയ്യുന്നതിനെയാണ് നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കുക. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് കുട്ടിക്കാലത്ത് ഇവിടെ നമ്മുടെ ലേഖകൻ ജീവിച്ചിരുന്ന പ്രദേശത്ത് അടുത്തൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതലും കൂടുന്നതും കളിക്കുന്നതും ഒക്കെ സ്വന്തം ചേട്ടനോടൊപ്പമാണ്. ചേട്ടൻ ഇദ്ദേഹത്തെ നന്നായിട്ട് കെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ പ്രായത്തിലാണെങ്കിലോ ആ ഗ്രാമത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്. ചേട്ടൻ്റെ പ്രായത്തിൽ സമപ്രായക്കാരായിട്ടുള്ള ഒരുപാട് കുട്ടികളുമുണ്ട്. അപ്പോൾ ഇവരോടൊപ്പം കളിക്കാനാണ് ചേട്ടൻ പലപ്പോഴും നമ്മുടെ ലേഖകനുമായിട്ട് പോകാറ്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ കളിയുടെ അല്ലേ, നമുക്കറിയാലോ കുട്ടികൾ ഇങ്ങനെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടോ? ആ കളിക്കുന്ന സമയത്ത് കളിയിൽ മാത്രമായിരിക്കും ശ്രദ്ധ, എങ്ങനെയെങ്കിലും ജയിക്കണം എന്നായിരിക്കും. അപ്പോൾ പലപ്പോഴും ഗ്രൂപ്പായിട്ട് കളിക്കുന്ന കളിയിലൊക്കെ ചേട്ടൻ അനിയനെയും ഉൾപ്പെടുത്തും. ഒരു ദിവസം ചേട്ടനും സുഹൃത്തുക്കളും ഭയങ്കര കളിയാണ്. എന്താ കളിക്കുന്നതെന്ന് അറിയാമോ? ഇവിടെ നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നത് ഖഡ്ബൽ എന്നാണ്. ഖഡ്ബൽ എന്ന് പറഞ്ഞാൽ കുട്ടിയും കോലും. കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പരിചയം ഉണ്ടോ അറിയില്ല. കുട്ടിയും കോലും. അപ്പോൾ ചെറിയ ചെറിയ തടി കഷ്ണങ്ങൾ വെച്ചിട്ട് വലിയൊരു വടിക്കഷ്ണം കൊണ്ട് അത് അടിച്ചിട്ട് ഇങ്ങനെ തെറിപ്പിക്കും. അപ്പോൾ അത് എത്ര ദൂരം പോകും അങ്ങനെയൊക്കെയാണ് അതിലെ വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കളിയിൽ എല്ലാ കുട്ടികളും കളിക്കുന്നുണ്ട്. ഇവിടെ തൻ്റെ അനിയന് കളിക്കാനും ഒന്ന് കൊടുത്തിട്ട് അദ്ദേഹം സൈഡാക്കി നിർത്തി. കാരണം ഇത് ഭയങ്കര ഇങ്ങനെ സ്പീഡിലൊക്കെ വരുമ്പോൾ പല ദേഹത്തൊക്കെ കൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇവിടെ ചേട്ടൻ കളിക്കുകയാണ്. ഈ അനിയനെ, ലേഖകനെ ദൂരെ മാറ്റി ഇരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കളിക്കുന്നതിൽ അനിയൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അനിയന് കളിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചേട്ടൻ്റെ ക്യാരക്ടറിനെ പോളിയോ ബാധിച്ച ഒരാളാണ് ചേട്ടൻ. അപ്പോൾ ഒരു അംഗവൈകല്യമുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ കളിക്കുന്നത് നോക്കി അനിയൻ ഇരിക്കുക. കുറേ സമയത്തേക്ക് ചേട്ടൻ അനിയനെ ശ്രദ്ധിക്കുന്നേയില്ല. ചേട്ടൻ പൂർണ്ണമായും കളിയിൽ മുഴുകിപ്പോയി. അവിടെ ആർക്ക് ഈഗോ അടിച്ചു? നമ്മുടെ ഈ ലേഖകന് ഈഗോ വന്നു. ചേട്ടൻ എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ലല്ലോ, അവരോടൊപ്പം എന്തൊരു കളിയാണ്. അങ്ങനെ അനിയൻ ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങി. അങ്ങനെ കളിക്കുന്നതിനിടയിൽ ഈ കുട്ടിയും കോലിൻ്റെ സാധനം തെറിച്ചിട്ട്, ഈ കഡ്ബൽ തെറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ പരിക്ക് പറ്റുകയും ചോര, വല്ലാതെ രക്തം ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടതും ചേട്ടൻ ഓടി വന്ന് എന്ത് പറ്റി എന്ന് പറഞ്ഞ് എടുക്കാൻ നോക്കിയെങ്കിലും അനിയൻ അതൊന്നും ശ്രദ്ധിക്കാതെ എന്ത് ചെയ്തു? നേരെ വീട്ടിലേക്ക് പോയി. ഈ പോളിയോ ബാധിച്ച ചേട്ടൻ എങ്ങനെയെങ്കിലും ഈ കഴിയുന്നതും ഈ കുട്ടിയോട് അടുത്തേക്ക് ഓടി എത്തുമ്പോഴും ഈ ലേഖകൻ എന്ത് ചെയ്തു? ഒറ്റയ്ക്ക് പോയാൽ മതി എന്ന ഭാവത്തിൽ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നു. അവിടെ എത്തിയിട്ട് അച്ഛനും അമ്മയും കാരണം ചോദിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചപ്പോൾ ചേട്ടനോടുള്ള ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ഒരു കള്ളം പറയുകയാണ്. ഇത് ചേട്ടൻ കളിച്ചപ്പോൾ, ചേട്ടൻ അടിച്ചപ്പോഴാണ് നെറ്റിയിൽ കൊണ്ടതെന്നും പരിക്ക് പറ്റിയതെന്നും അവിടെ കള്ളം പറഞ്ഞു. ഇത് കേട്ട് സത്യമായിട്ടും നമുക്ക് ഉണ്ടാവും അല്ലേ, ചില സമയത്ത് ചെറിയ കുട്ടികൾക്ക് പരിക്ക് പറ്റുമ്പോൾ അത് മൂത്ത ആളാണ് അല്ലേ ചെയ്തത് എന്ന് അറിയുന്ന സമയത്ത് ഇനിയിപ്പോൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും നമ്മൾ അവരെ വഴക്ക് പറയും, ചിലപ്പോൾ അടിക്കുകയും ചെയ്യും. ഇത് കേട്ട് ദേഷ്യം വന്നതും ലേഖകൻ്റെ അച്ഛൻ എന്ത് ചെയ്തു? ചേട്ടനെ നന്നായിട്ട് പണിഷ് ചെയ്തു, നന്നായിട്ട് അടിച്ചു. ഇതൊക്കെ ലേഖകൻ കാണുന്നുണ്ട്. 2-3 അടി കിട്ടി കഴിഞ്ഞപ്പോൾ ആർക്കൊരു സഹതാപം തോന്നി? നമ്മുടെ ലേഖകന് സഹതാപം തോന്നി. ഉദയ് പ്രകാശ് അദ്ദേഹത്തിനൊരു സഹതാപം തോന്നിയെങ്കിലും അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇനി ഞാനിത് തിരുത്തി പറഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ എന്നെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം അപ്പോൾ ഈ ചേട്ടൻ്റെ ഈ അടി കൊള്ളുന്ന സമയത്തൊക്കെ ചേട്ടൻ്റെ മുഖഭാവം ഇങ്ങനെ ശ്രദ്ധിച്ചു. ചേട്ടൻ ഈ സത്യത്തിന് വേണ്ടി ഒന്ന് കെഞ്ചുകയായിരുന്നു എന്ന് ആർക്ക് തോന്നി? നമ്മുടെ ലേഖകന് തോന്നി. ലേഖകൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് സത്യം അവനല്ലേ അറിയുന്നത്. ചേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഫേസിൽ അത്
വ്യക്തമാണ്. നിനക്ക് സത്യം അറിയാലോ, ഒന്ന് പറഞ്ഞൂടെ? ഇത്രയും അടി ഇങ്ങനെ വാങ്ങാണ്. അപ്പോഴും ഇവിടെ ലേഖകൻ എന്ത് ചെയ്യുന്നില്ല? ആ സത്യം തുറന്നു പറയുന്നില്ല. എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഈ ഒരു സംഭവം പോകുന്നേയില്ല. താൻ വലിയൊരു അപരാധം തൻ്റെ സഹോദരനോട് ചെയ്തു എന്ന ആ ഒരു മനോവേദന കാരണം അദ്ദേഹം അച്ഛനോടും അമ്മയോടുമാണ് ശരിക്കും ഈ തെറ്റ് തിരുത്തേണ്ടത്. അങ്ങനെ അദ്ദേഹം ചിന്തിക്കുകയാണ്, എനിക്ക് ഈ തെറ്റ് തിരുത്തണം, ഞാൻ അന്ന് കുട്ടിക്കാലത്ത് ചേട്ടനോട് ചെയ്ത അപരാധം എനിക്ക് ഏറ്റു പറയണം, എനിക്ക് അങ്ങനെയെങ്കിലും മനസ്സിന് ശാന്തി നേടണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ ഇത് തിരിച്ചറിഞ്ഞ് അങ്ങനെ ഒരു മാപ്പ് അപേക്ഷിക്കുന്ന സമയമായപ്പോഴേക്കും അച്ഛനും അമ്മയും മരണപ്പെട്ടിരുന്നു. ഇനി ഞാൻ ആരോടാണ്? ഇനി ചോദിക്കാനുള്ളത് ചേട്ടനോടാണ് മാപ്പ് അപേക്ഷിക്കാനുള്ളത്. ചേട്ടനോട് മാപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചേട്ടന് ഇങ്ങനെ ഒരു സംഭവമേ അദ്ദേഹത്തിന് ഓർമ്മയില്ല, അല്ലേ? അപ്പം നോക്കൂ, ഈ തെറ്റ് ചെയ്ത ആളിൻ്റെ അത്ര പോലും, അപ്പം ചേട്ടൻ്റെ ആ മനസ്സിൻ്റെ ശുദ്ധിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു തെറ്റോ, നീ എപ്പോൾ പറഞ്ഞു, എപ്പോൾ ചെയ്തു, അങ്ങനെ ഒരു സംഭവം പോലും അദ്ദേഹം ഓർക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ലേഖകൻ ചോദിക്കുക, ഇനി ഞാൻ ആരോടാണ് ഒരു മാപ്പ് അപേക്ഷിക്കുക, അല്ലേ? അപ്പോൾ ഒരിക്കലും മനസ്സിന് ശാന്തി കിട്ടാത്തൊരു രീതിയിൽ ചെറുപ്പത്തിൽ ചെയ്ത ഒരു കുറ്റകൃത്യം, ഒരു തെറ്റ്, എന്താ ഈ കള്ളം പറഞ്ഞു വന്നാൽ ഒരു കള്ളം പറഞ്ഞു, പക്ഷേ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഫുള്ളും അദ്ദേഹം ആ ഒരു വേദനയുമായിട്ട് നടന്നു എന്നാണ് പറയുന്നത്. ഇനി ഈ അപരാധ് എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, അപരാധ് കഹാനിക്ക് ആധാർ പർ, അപരാധ് കഹാനിയുടെ ആധാരമാക്കിക്കൊണ്ട് ബായിക്ക് ചരിത്രഗത വിശേഷതാവും കോ വിസ്താർ ദേ. എന്താണ്? സഹോദരനെ കുറിച്ച് ഇവിടെ ലേഖകന്റെ സഹോദരനെ കുറിച്ച് പറയുന്നുണ്ട്. കഹാനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കണം. അപ്പോൾ ആ കഹാനിയിലെ ഒരു ക്യാരക്ടറാണ് ആര്? ഇവിടെ ലേഖകന്റെ സഹോദരൻ. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ചാണ് ചോദിക്കുന്നത്. ക്യാരക്ടർ സ്കെച്ചിൽ ഉദയ് പ്രകാശ് की अपराध कहानी के दो मुख्य पात्र में से एक है बड़ा भाई. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ്, ഒന്ന് ലേഖകനാണ്, മറ്റൊന്ന് സഹോദരനാണ്. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ബഡേ ഭായി. एक पैर को बचपन में पोलियो को जाने से. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഒരു കാലിന് എന്തുണ്ട്? ചെറുപ്പത്തിൽ തന്നെ പോളിയോ ഹോ ജാനേസെ, പോളിയോ ബാധിച്ചതിനാൽ ബഡാബായി അബാഹിജിത, അല്ലെ, ഒരു അംഗവൈകല്യമുള്ള ആളായിരുന്നു. അബാഹിജ് ഹോനെ പർ ബി ഖേൽ ഖൂദോ മേ വഹ് ബഡാ തൽപരത രക്താ താ. അങ്ങനെയാണെങ്കിൽ പോലും, പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ കളിയിലൊക്കെ, ഖേൽകൂദ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പോർട്സ് ആണ്. സ്പോർട്സിലൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. ബഡാ ഭായി അച്ഛാ തൈറാഖ് താ, ഹാത്ത് കെ പഞ്ചോ കി ലഡായി മേ വേ ബഹുത് നിപുൺ താ. അപ്പോൾ ഇനി അദ്ദേഹത്തിനോ എല്ലാ കളികളും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അദ്ദേഹം എല്ലാത്തിലും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യാറുണ്ട് എന്ന് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇങ്ങനെ എന്താ പറയുന്നത്, പഞ്ചോക്കി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പഞ്ചഗുസ്തിയൊക്കെ ഇല്ലേ, അതിലൊക്കെ അദ്ദേഹം വിജയിക്കുമായിരുന്നു, നിപുണനായിരുന്നു. കഡ്ബൽ ജേസെ ഖേലോമേ വഹ് ഡൂബ ജാത്താത്ത. കഡ്ബൽ പോലുള്ള മത്സരങ്ങളിൽ അദ്ദേഹം മുഴുകുമായിരുന്നു. ഖേലുമേ വിജയ് ഹോത്തെ സമയ അതിപ്രസന്ന ഹോന ഉസ്കാ സ്വഭാവത്ത. അപ്പോൾ കളിയിൽ ഇങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലാകെ ഇങ്ങനെ ആ ഒരു സന്തോഷം, കളിയിൽ മുഴുകുകയും വിജയിക്കുന്നു എന്ന് കാണുമ്പോൾ പ്രസന്നനാവുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു. ചോട്ടെ ബായിക്ക് ഓർ ബഡേ ബായിക്ക് ദിൽമേ. അപ്പോൾ സഹോദരനെ കുറിച്ച് ജ്യേഷ്ഠന്റെ മനസ്സിൽ എപ്പോഴും എന്താണ്? ഹംദർദി ഓർ വത്സലദാത്തി. എന്താണ് ഹംദർദി? സഹാനുഭൂതിയും വാത്സല്യവും ഉണ്ടായിരുന്നു. ബായിക്ക് ചരിത്ര पर भाईचारे का गुण प्रकट करते हुए उदय प्रकाश जी लिखते हैं. അപ്പോൾ ഇവിടെ ഈ കഥയിലെ സഹോദരനെ കുറിച്ച് ഉദയ് പ്രകാശ് എഴുതിയിരിക്കുന്നത് ആ സാഹോദര്യം നന്നായിട്ട് തുളുമ്പുന്ന, അല്ലെ, ശരിക്കും ആ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുന്ന, അനിയനെ കെയർ ചെയ്യുന്ന ഒരു ജ്യേഷ്ഠന്റെ രൂപത്തിൽ തന്നെയാണ് കഹാനിയിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത്. ചോട്ടെ ഭായിക്ക് പ്രതി ഉസ്കാ രുഖ് ഏക് സംരക്ഷക് കി ജിമ്മദാരി ജൈസാ താ.
അപ്പൊ ചോട്ടേ ബായി തൻ്റെ ജ്യേഷ്ഠനെ അനിയനെ കുറിച്ച് കഹാനിയിൽ പറയുന്നുണ്ട്. അനിയൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഒരു സംരക്ഷകനായിരുന്നു. ജ്യേഷ്ഠൻ അനിയനെ ഒരു സംരക്ഷകനായിരുന്നു. ജിമ്മദാരി ജൈസാത്ത, ഉത്തരവാദിത്തമായിട്ടാണ് ചേട്ടൻ എപ്പോഴും അനിയനെ കണ്ടിരുന്നത്. ബഡേ ബായി കെ ചരിത്ര പർ ദയ, ഉദാരത, സഹായക് സ്വഭാവ് ആദി ബി ഹം ദേഖ്തേ ഹെ. ഇനി നമുക്ക് ചേട്ടൻ്റെ ക്യാരക്ടർ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ദയയും കാരുണ്യവും അല്ലെ, ഉദാരത, പിന്നെ എന്താണ് സഹായക സ്വഭാവം, മറ്റുള്ളവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ചേട്ടൻ. ബഡാ ക്ഷമാശീലത അല്ലെ, അത് നമുക്ക് മനസ്സിലാകും. അത്രയും ക്ഷമയുള്ള ആളായതുകൊണ്ടാണ് ഈ ഒരു ഇൻസിഡന്റ് അദ്ദേഹം പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ഓർക്കുകയോ അനിയനോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഭായിചാരമേ വഹ് ബഡാ ഇമാൻദാർ താ, സാഹോദര്യത്തിൽ വളരെ സത്യസന്ധനായിരുന്നു അദ്ദേഹം. ശത്രുത മനോഭാവ് ഉസ്കെ ചരിത്രമേ കബീബി ഹം നഹി ദേഖ്തേ. ഇനിയോ ശത്രുത അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ എവിടെയും തന്നെ കാണാൻ കഴിയില്ല. ബഹുത് സുന്ദർ തേ ദേവതാओं की तरह, उसकी सुंदरता शरीर में ही नहीं मन में भी था. അദ്ദേഹത്തിൻ്റെ ആ സൗന്ദര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിനും ഉണ്ടായിരുന്നു. त्याग, क्षमा, संयम, मौन, सहन आदि विशिष्ट गुणों से बड़े भाई का चरित्र अलंकृत है. दोस्ताना, സഹാനുഭൂതി. അപ്പോൾ ഇവിടെ എന്താ, ഫ്രണ്ട്ഷിപ്പും സഹാനുഭൂതിയും ആദി ചരിത്രിക വിശേഷതാവും സെ ബഡാ ഭായി ഹമേ ആകർഷിത് കർത്താ ഹെ. അപ്പോൾ ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലെ ഗുണങ്ങളൊക്കെ നമ്മളെ ആ ഒരു ക്യാരക്ടറിലേക്ക് ആകർഷിക്കുന്നതായിരുന്നു. സംക്ഷിപ്ത മേ ഹം ഇസ് പ്രകാർ കഹെ ബഡേ ഭായി കാ ചരിത്ര ദൂസരോ മേ ഈർഷ്യ ഓർ ആത്മഹീനത ജഗാനെ തക് ഉദാത്ത് ഓർ ഉത്കൃഷ്ടത എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അസൂയയും ആത്മഹീനതയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഒരു അസൂയ, ഈഗോ ആണ് ഇവിടെ സ്വന്തം സഹോദരന് വരെ തോന്നി. അതാണ് ഇവിടെ നമ്മൾ കണ്ട ആ ഒരു അപരാധം. ഉദാത്ത് ഓർ ഉത്കൃഷ്ടത. छोटे भाई ने बड़े भाई के सामने अपनी अवस्था के बारे में खुद कहा है, मैं ईर्ष्या ആത്മഹീനത ജുലസ് രഹാത്ത എന്ന് വെച്ചാൽ അങ്ങനെ അത്രയും അസൂയ തോന്നുന്ന ഒരു ക്യാരക്ടറായിരുന്നു ചേട്ടൻ എന്ന് പറയാൻ കാരണം ഇവിടെ സഹോദരൻ തന്നെ കഹാനിയിൽ പറയുന്നുണ്ട്, എനിക്ക് ചേട്ടനോട് വല്ലാത്ത അസൂയയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എത്രത്തോളം മറ്റുള്ളവരെ ആകർഷിക്കുന്നതാണ് എന്ന്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് പശ്ചാത്താപ് സെ വിവശ് ചോട്ടാ ബായ് സാലോ ബാദ് ക്ഷമ മാങ്തേ ഹുവേ. പശ്ചാത്താപം കൊണ്ട് വിവശനായ സഹോദരൻ സാലോ ബാദ് വർഷങ്ങൾക്ക് ശേഷം ക്ഷമ മാങ്തേ ഹുവേ വർഷങ്ങൾക്ക് ശേഷം ക്ഷമ അപേക്ഷിച്ചുകൊണ്ട് അപ്പിനെ ബഡേ ബായിക്കോ പത്ര ലിഖ്താ ഹെ തൻ്റെ ചേട്ടന് ഒരു കത്ത് എഴുതുകയാണ്. ആ കത്ത് എഴുതുവാനാണ് ചോദ്യം. ഇവിടെ നമുക്ക് കത്തിന് പകരം ഡയറി ആണെങ്കിലും ഇൻസിഡൻറ്റിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കത്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്താക്കാം, നിങ്ങൾക്ക് ഡയറി ചോദിച്ചാലും ഇതേപോലെ തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു. ആജ് കാ ദിൻ മേ കേസേ ഭൂലും യാദ് करने से भी डर लगता हूँ. आज मैं एक गलती की मेरे अपाहिज भाई से जिसने मेरे प्रति प्यार ही दिखाया है, हमेशा संरक्षक की भूमिका निभाने वाला और मदगार എന്നെ സഹായിക്കുകയും എന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ചേട്ടനോട് ഞാൻ വലിയൊരു അപരാധം ചെയ്തു. മേരെ മൻ മേ ന ജാനെ ക്യൂ ജലൻ പൈദാ ഹുയി എൻ്റെ മനസ്സിൽ എന്തുകൊണ്ടെന്നറിയില്ല എങ്ങനെയാണ് ഇത്രയും അസൂയ തോന്നിയത്. മേ ഉൻസെ 6 സാൽ ചോട്ടാത്ത ഞാൻ അവനുമായിട്ട് 6 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ചെറുതായിരുന്നു. ദുബുല പത്ല ഓർ കംസോർ ത മെലിഞ്ഞ് ആകെ എന്താ പറയുക അത്ര ശക്തനുമല്ല. അതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ ഇത്തരം കളിക്കൊന്നും കൂട്ടാതിരുന്നത്. പെട്ടെന്ന് വീണു പോകും, വലിയ കുട്ടികളുമായിട്ട് കളിക്കാൻ സാധിക്കില്ല. शाम को खटबल खेलते समय जब वह खेल में पूरी तरह डूब गया था तब मेरी ओर ध्यान न दिया. ആ സമയത്ത് എനിക്ക് എന്തുണ്ടായിരുന്നില്ല, ചേട്ടന് എന്നെക്കുറിച്ച് അത്ര ശ്രദ്ധ ഉണ്ടായിരുന്നില്ല.
മുझെ അഖേലാപ്പൻ മെഹസൂസ് ഹുവാ. അപ്പൊ ചേട്ടൻ എന്നെ ശ്രദ്ധിക്കാതിരുന്നത് കാരണം എനിക്ക് എന്താണ് ഫീൽ ചെയ്തത്? അഖേലാപ്പൻ. അഖേലാപ്പൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. ഇസ്ലിയെ അലഗ് ഖടാ ഹുവ. അതുകൊണ്ട് തന്നെ ഞാൻ ചേട്ടനിൽ നിന്ന് മാറി നിന്നു. പത്തർ पर अपना खटबल पटक रहा था. खटबल चट्टान से टकरा कर सीधे मेरे माथे पर ആഖർ ലഗ. അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുന്ന സമയത്ത് ഈ കഡ്ബൽ ഒരു പാറക്കല്ലിലയിൽ തട്ടിയിട്ട് തിരിച്ച് എൻ്റെ നെറ്റിയിൽ തന്നെ വന്ന് പതിച്ചു. മാത ഫൂട്ട് ഗയ ഓർ ഖൂൻ ബഹനെ ലഗ. അങ്ങനെ നെറ്റി പൊട്ടി ഖൂൻ ബഹനെ ലഗ. ഖൂൻ എന്ന് പറഞ്ഞാൽ രക്തമാണ്, രക്തം ഒഴുകാൻ തുടങ്ങി. മേ ചീഖാ തോ ബായി ആയ. ഞാൻ എന്ത് ചെയ്തു? ചീക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആർത്തു. ചേട്ടൻ ഓടി വന്നു. മഗർ ബേചാര ബായി കുച്ച് നെഹി ജാൻതാ താ. ബേചാര പാവം. പക്ഷെ പാവം ചേട്ടൻ ഇതൊന്നും അറിയില്ലായിരുന്നു. मैं उनकी उपेक्षा का बदला लेने के लिए घर जाकर माँ से कहा कि बाई ने खटबल से मारने से घाव हुआ. ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് എന്ത് പറഞ്ഞു? ചേട്ടൻ ഖഡ്ബൽ കൊണ്ട് തട്ടിയപ്പോൾ എൻ്റെ നെറ്റി മുറിഞ്ഞെന്ന്. बड़े भाई ने सच कह रहा था लेकिन पिताजी उन्हें पीटे जा रहे थे. പക്ഷേ ചേട്ടൻ പറഞ്ഞത് സത്യമായിരുന്നു, എങ്കിലും പിതാജി എൻ്റെ വാക്കുകളെ വിശ്വസിച്ച് ചേട്ടനെ തല്ലി. ഉസ്കാ രുദൻ കരുണ और खतरदा से मुझे देखना आदि से मेरा दिल पूरी तरह टूट गया. പക്ഷേ ചേട്ടൻ കരുണയ്ക്കും ദയക്കും വേണ്ടി എൻ്റെ മുഖത്തേക്ക് നോക്കിയ നോട്ടം എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായും തകർത്തു. ജൽദ് ബാത് കോ ബിൽകുൽ ബദൽന മുझे സംഭവ നഹി ലഗാ രഹാ था. അല്ലേ, ആദ്യം പറഞ്ഞ കാര്യത്തെ പെട്ടെന്ന് തന്നെ മാറ്റി പറയുക എന്നുള്ളത് എനിക്ക് എന്തായിരുന്നില്ല, എനിക്ക് അവിടെ പോസിബിൾ ആയിരുന്നില്ല. അപ്പം അച്ഛൻ എന്തിന് ദേഷ്യം വരും? കള്ളം പറഞ്ഞതിന് തനിക്കടി കിട്ടും എന്ന് ലേഖകൻ പേടിച്ചു. മേ ഡർ രഹാ താ. ഞാൻ പേടിച്ചിരുന്നു. ഹേ ഭഗവാൻ മുझे ക്ഷമാ കർ ദീജിയെ. അപ്പം എന്താ പറയുന്നത്? പ്രാർത്ഥിക്കുന്നത്, ഭഗവാൻ എന്നോട് ക്ഷമിക്കൂ. മേരെ ബായ് സച്ച് ബോൾ രഹേ തെ. എൻ്റെ ചേട്ടൻ സത്യമായിരുന്നു പറഞ്ഞത്. ലേക്കിൻ ഉനെ സസാ മിൽ രഹി തി. പക്ഷേ അതിനുള്ള പണിഷ്മെൻറ്റ് ആർക്കാ കിട്ടിയത്? തെറ്റ് പറഞ്ഞത് ഞാനാണെങ്കിലും അതിനുള്ള പണിഷ്മെൻറ്റ് കിട്ടിയത് ചേട്ടനായിരുന്നല്ലോ എന്ന് ഇവിടെ ലേഖകൻ ഓർത്ത് ഇപ്പം ദൈവത്തിനോട് ക്ഷമ ചോദിക്കുന്നു. ചേട്ടൻ ഓർമ്മയില്ല, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുമില്ല ഈ തെറ്റിനെ ഏറ്റുപറയുവാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ തീർച്ചയായും പഠിക്കുക. അപരാധ് എന്നത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ശേഷം നിങ്ങളുടെ ആനുവൽ ഡേ പോർഷനിൽ പെട്ട ചാപ്റ്റർ ആകുന്നു. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായി കാണാം. അതുവരേക്കും ബൈ.